ബേപ്പൂർ തീരത്തിന് സമീപത്ത് വെച്ച് കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന ചരക്ക് കപ്പലിന് തീപിടിച്ചു. 40 കണ്ടെയ്നറുകൾക്കാണ് തീപിടിച്ചത്. കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു. 40ഓളം ജീവനക്കാർ കപ്പലിൽ ഉണ്ട് എന്നാണ് പ്രാഥമിക വിവരം. വിവരങ്ങൾ സഹിൻ ആന്റണിയും ശരത്ലാലും നൽകും. ആദ്യം സഹിനിലേക്ക്. സഹിൻ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്, വിവരങ്ങൾ എന്താണ്? സനീഷ് പറഞ്ഞതുപോലെ തന്നെ കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുകയായിരുന്നു ഈ ചരക്ക് കപ്പൽ. ചൈനീസ് കമ്പനിയുടെ കപ്പലാണെന്നാണ് പ്രാഥമികമായി നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. ഇത് ഒരു മാസത്തിനിടെ രണ്ടാമത്തെ ചരക്ക് കപ്പൽ തകർച്ചയായിട്ട് തന്നെ ഇതിന് കാണേണ്ടി വരും. 650ഓളം കണ്ടെയ്നറുകളായിരുന്നു ഈ ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 50ഓളം കണ്ടെയ്നറുകൾ വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. 40ഓളം ജീവനക്കാർ കപ്പലിലുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും ഡോണിയർ വിമാനങ്ങളും കപ്പലുകളിലും ഈ തീരത്തേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ണൂരിനും കോഴിക്കോടിനും ഇടയിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അതും 50 നോട്ടിക്കൽ മൈൽ അപ്പുറമാണ് ഇത്തരത്തിലുള്ള അപകടമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തീരത്തിനോട് ചേർന്നാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ നാവികസേനയുടെയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകളും ഡോണിയർ വിമാനങ്ങളും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ആ വിവരങ്ങൾ കൂടി ലഭിച്ചാൽ മാത്രമേ എത്രയധികം തീവ്രമാണ് ഈ കപ്പലിൽ സംഭവിച്ചിരിക്കുന്ന അപകടമെന്ന് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വലിയ തീപിടുത്തമാണ് കപ്പലിൽ ഉണ്ടായിരിക്കുന്നത്. 50ഓളം ഈ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണ് കഴിഞ്ഞിരിക്കുന്നു. 650ഓളം കണ്ടെയ്നറുകളാണ് ഇപ്പോൾ ഈ കപ്പലിലുള്ളത്. സനീഷ്, 650ഓളം കണ്ടെയ്നറുകളുള്ള വലിയ കപ്പലിനാണ് ഇപ്പോൾ തീപിടിച്ചിട്ടുള്ളത്. തീപിടുത്തമുണ്ടായിട്ടുള്ള കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു എന്നാണ് സഹിൻ ആന്റണി നൽകുന്ന വിവരങ്ങളുള്ളത്.